ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓപ്ഷൻ ചെയിൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാം. അതും ഓപ്ഷൻ ചെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ചെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഓപ്ഷൻ ചെയിൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്, മാർക്കറ്റ് നെക്സ്റ്റ് അപ്പും ആണോ വരാൻ പോകുന്നത്, അതോ ഡൗൺ മൂവ് ആണോ, അതോ സൈഡ് വൈസ് ആണോ, ഓക്കെ, മാർക്കറ്റിന് നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണ്, റെസിസ്റ്റൻസ് എവിടെയാണെന്നൊക്കെ ഈ ഒരു ഓപ്ഷൻ ചെയിൻ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഫീസ് കൊടുത്തൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഫീസ് കൊടുത്തിട്ടൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ചെയിൻ അനലൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ വലിച്ചു വാരിയൊന്നും പറഞ്ഞില്ല, സിമ്പിളായിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓപ്ഷൻ ചെയിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആക്കാൻ വേണ്ടി നിങ്ങൾ നേരെ ക്രോം ബ്രൗസറിലോട്ട് പോവാം. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഓപ്ഷൻ ചെയിൻ. ഓക്കെ, ഓപ്ഷൻ ചെയിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും ഓപ്ഷൻ ചെയിൻ. ഓക്കെ, അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരും NSE ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, ഇതിൽ നമ്മൾ ഓപ്ഷൻ ചെയിനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ചെയിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഓപ്ഷൻ ചെയിൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിഫ്റ്റി. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് തന്നെ നിഫ്റ്റി ഉണ്ടാവും, ബാങ്ക് നിഫ്റ്റി ഉണ്ടാവും, ഫിൻ നിഫ്റ്റി ഉണ്ടാവും, മിഡ് ക്യാപ്പ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏത് ഇൻഡെക്സ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ എക്സ്പയറി ഡേറ്റ്, ഏത് എക്സ്പയറി ഡേറ്റിന്റെ കോൺട്രാക്റ്റിലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇത് പ്രസന്റ്ലി ഉള്ളതാണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് കോൾസിന്റെ OAയും ഈ റൈറ്റ് സൈഡിലുള്ളത് പുട്ടിന്റെ OA ആണ്. OA എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓക്കെ, എത്ര കോൺട്രാക്ട് ആണ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഉള്ളത് എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്കറ്റിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് കാര്യമാണ് ഇപ്പോഴത്തെ സ്ട്രൈക്ക് പ്രൈസ് എവിടെയാണ്, ഇപ്പൊ മാർക്കറ്റ് ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് വന്ന് നിൽക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ നേരെ നിഫ്റ്റിന്റെ ചാർട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ നിഫ്റ്റി ഇപ്പോ ലാസ്റ്റ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 24,670. ഓക്കെ, നിഫ്റ്റി ക്ലോസ് അവിടെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരെ ഓപ്ഷൻ ചെയിനിലോട്ട് പോവാ. 24,600. ഓക്കെ, 24,700 ഇവിടെ കാണാൻ പറ്റും. അതായത് 24,650 ഇല്ലെങ്കിൽ 24,700 അതിന്റെ അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ നോക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ OI, ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും OI എന്ന് കാണാൻ പറ്റും, കോൾ OI എന്ന് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ പുട്ടോയും എന്ന് കാണാൻ പറ്റും. ഈ ഒരു കോളോയും പുട്ടോയും എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കോളും പുട്ടും എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. എക്സ്ട്രാ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്ട്രൈക്ക് പ്രൈസ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു OA എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ എത്ര കോൺട്രാക്ട് ആണ് ഓപ്പൺ ആവുന്നത്, എത്രയാണ് ക്ലോസ് ആവുന്നത് എന്നൊക്കെ ഈ ഒരു OAയിൽ നോക്കിക്കഴിഞ്ഞാൽ വേരിയേഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പ്രസന്റ്ലി 24,700 ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 24,700 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2,17,000 സംതിങ് OA ഉണ്ട്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കോൺട്രാക്ട് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് കോൾ OA ആണ്. പുട്ട് OA നോക്കുവാണെങ്കിൽ നമുക്ക് 1,74,000 ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് കൂടുതൽ? നമുക്ക് കോൾ OA ആണ് കൂടുതൽ. അപ്പൊ കോൾ OA കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് അറിയോ? കോൾ OA കൂടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ മാർക്കറ്റ് ഉള്ളത് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ മാർക്കറ്റ് ഉള്ളത് ഇവിടെയാണ് അല്ലെ? അപ്പൊ ഇപ്പൊ മാർക്കറ്റിൽ എന്താണ് ഇപ്പൊ അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസിൽ കോൾ OA ആണ് കൂടുതലായിട്ടുള്ളത്. അത് 2 ലക്ഷം സംതിങ് ഉണ്ട്. നമുക്ക് പുട്ട് OA എന്ന് പറഞ്ഞാൽ 1,70,000 സംതിങ് ഉള്ളൂ. അപ്പോ സ്ട്രോങ് ആരാണ്? കോൾ OA അല്ലെ? അതായത് കോൾ OA കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുക? മാർക്കറ്റ് ഡൗൺ ആവും. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ആവും. അതായത് ഈ ഒരു ഓപ്ഷൻ ചെയിൻ ഫുൾ ആയിട്ട് ഇതിനകത്ത് ഡേറ്റ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിന്റെ, അതായത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരെ ഡേറ്റയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് ബിഗ് പ്ലെയർ, ബിഗ് മണി, നമ്മളെ പോലത്തെ ചെറിയ പൈസ കൊണ്ട് ഇല്ല 10,000 കൊണ്ടും 20,000 കൊണ്ടും ട്രേഡ് ചെയ്യുന്നതല്ല, ബിഗ് മണി ഇട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഓപ്ഷൻ സെല്ലിങ്. അതായത് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എമൗണ്ട് നല്ല ക്യാപിറ്റൽ വേണം. ഓപ്ഷൻ ബൈ ചെയ്യാൻ നമുക്ക് വെറും 5,000 രൂപ 3,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് വേണം. അപ്പം അവരൊരു പൊസിഷൻ മേക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഒരു പൊസിഷൻ മേക്ക് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും.
ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൾ OI കൂടുന്നതനുസരിച്ച് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ ഉണ്ടാകുക. പുട്ട് OI കൂടുന്നതനുസരിച്ച് മാർക്കറ്റ് ഒരു അപ് റാലി തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ ഉണ്ടാകുക. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ 24,700, ഓക്കെ, നിഫ്റ്റിന്റെ 24,700 ചാർട്ട് എടുക്കുക. ഇപ്പൊ നിഫ്റ്റി ഈ ഒരു റേഞ്ചാണ്, 24,670 നിഫ്റ്റി എപ്പോഴാണ് 24,700 സപ്പോസ് 24,700 പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചു പോകാം. 24,700 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലോട്ടാണ് പോയതെങ്കിൽ അത് പിന്നെ മാർക്കറ്റ് താഴോട്ട് വരും, അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് മാർക്കറ്റ് താഴെയുള്ളപ്പോൾ 24,700 റെസിസ്റ്റൻസ് ആയിട്ടും ഈ മാർക്കറ്റ് ഇതിന്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ OI ഉള്ളത് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ 24,700 ഏറ്റവും കൂടുതൽ OI ഉള്ളത്. അപ്പൊ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് ഡൗൺ ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, PCR റേഷ്യോ. PCR റേഷ്യോ ചെക്ക് ചെയ്താൽ നമുക്ക് ഒരു ഡബിൾ കൺഫർമേഷൻ കൂടി ആവും മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് മൂവ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് ഇതൊന്ന് ഫിൽ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു സ്ട്രൈക്ക് പ്രൈസിലോട്ട് പോവാം. ഇവിടെ നമുക്ക് അടുത്തൊരു സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത് ഇവിടെ നെക്സ്റ്റ് OI കൂടുതലുള്ളത് നമുക്ക് ഒരുപാട് ഔട്ട് ഓഫ് ദ മണി ഉള്ള സ്ട്രൈക്ക് പ്രൈസ് കാര്യങ്ങളൊന്നും നോക്കണം. നമ്മൾ നിയർ ആയിട്ടുള്ളത് നോക്കിയാൽ ഒരു ദിവസം ഒരു ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റ് എത്ര പോയിന്റ് ആണ് മൂവ് ആവുക? ഒരു 200 പോയിന്റ്, ആ ഒരു റേഞ്ചിലെ മൂവ്. അപ്പം അതിന്റെ അടുത്തുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം 24,700 ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു OI ഉള്ളത്. നെക്സ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് ഏത് സ്ട്രൈക്ക് പ്രൈസിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് 24,800. ഓക്കെ, 24,800 നോക്കിയാൽ നമുക്ക് കോളോ OI ആണ് കൂടുതലുള്ളത്. അപ്പൊ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിഫ്റ്റിൻ ചാർട്ട് എടുത്ത് നോക്കാം. ഇപ്പൊ ഇവിടുന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ വരാനുള്ള ചാൻസും കൂടുതലാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഈ ഒരു ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോ ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ജസ്റ്റ് നോക്കുക. ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനലൈസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇപ്പൊ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ആവണമെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഇവിടുന്ന് ബ്രേക്ക് ആവണമെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ വീഡിയോയും കൂടെ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്രേഡ് എടുക്കുമ്പോൾ. ഓക്കെ, ഇതിന് യൂസ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ട്, ഇതിപ്പോ റെസിസ്റ്റൻസ് മനസ്സിലായി മേലെ 24,700. നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണ്? നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണ് നമുക്ക് നോക്കാം. അതായത് നെക്സ്റ്റ് സപ്പോർട്ട് നോക്കണമെങ്കിൽ നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോവാം. ഓക്കെ, ഇപ്പൊ 24,700 അതിന്റെ മേലോട്ട് നമ്മൾ നോക്കുക. ഏറ്റവും കൂടുതൽ OI എവിടെയാണ്? ഏറ്റവും കൂടുതൽ OI ഉള്ളതെന്ന് വെച്ചാൽ 24,500. ഓക്കെ, 24,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോ നെക്സ്റ്റ് മാർക്കറ്റ് ഡൗൺ ആവുക എന്നുണ്ടെങ്കിൽ 24,500 വരുമ്പോൾ മാർക്കറ്റ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് 90% കൂടുതലാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഇവിടെ റിജക്ഷൻ വന്നു. അപ്പം ഇത് ബ്രേക്ക് ചെയ്യാൻ ഇത്രയും വലിയ ക്യാൻഡിൽ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഡൗൺ വരെ വന്നപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ച് 24,500 ആ ഒരു റേഞ്ച് വന്നത് എക്സാക്ട് 24,500 വന്നപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റോക്കറ്റ് പോലെ തിരിച്ചു കയറിപ്പോയി. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ് മൂവ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം മനസ്സിലാവും 24,500 മാർക്കറ്റ് എന്നാണ് ഈ ഒരു ഡൗൺ വരുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ണും പൂട്ടി ബൈ ചെയ്താണ് സത്യം പറയാം. കാരണം ഇത് ഫസ്റ്റ് നമുക്കൊരു റിജക്ഷൻ കിട്ടി ഇവിടുന്ന്. നെക്സ്റ്റും വരുമ്പോൾ ഇവിടുന്ന് വീണ്ടും ബയേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവും. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് ബൈങ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പം ആ ഒരു രീതിയിലൊന്നും പറയുന്നില്ല. നമുക്കിപ്പം നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. അതായത് ഓപ്ഷൻ അനലൈസ് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളും കിട്ടി. ഇപ്പൊ ഇവിടുന്ന് അതായത് 24,700 നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി, 24,500 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് ഒരു ട്രേഡ് ചെയ്യാം? ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ ആയാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതാണ് ഒരു ഓപ്ഷൻ ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് ഒക്കെ എടുക്കാൻ പറ്റും. അതിന് കൂടെ തന്നെ നമുക്ക് പ്രൈസ് ആക്ഷൻ, അതിന്റെ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതാണ് PCR റേഷ്യോ. PCR റേഷ്യോ എന്ന് പറഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ. പുട്ടോയും കോളോയും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന ഒരു വാല്യൂ ആണ് ഈ
PCR റേഷ്യോ എന്ന് പറയുന്നത്. ഈ PCR അറിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്കറ്റിന്റെ, അതായത് മാർക്കറ്റ് ഇപ്പൊ ന്യൂട്രൽ ആണോ അതോ മാർക്കറ്റ് ഓവർബോട്ട് ആയോ ഓവർ സോൾഡ് ആയോ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ഒരു അപ് ട്രെൻഡ് വരാൻ വേണ്ടി പോവുകയാണോ അതോ ഡൗൺ ട്രെൻഡ് ആണോ വരാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു PCR റേഷ്യോ നോക്കി തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു PCR റേഷ്യോ എല്ലാ ബ്രോക്കറിലും അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ധനിന്റെ ബ്രോക്കറിലാണ്. ധനിന്റെ ബ്രോക്കറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഓപ്ഷൻ ചെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും ATM, IV ചേഞ്ച്, അതിന് നെക്സ്റ്റ് മൂന്നാമത്തത് PCR. ഓക്കെ, ഇപ്പോഴത്തെ PCR എന്ന് പറഞ്ഞാൽ 0.89 ആണ്. ഓക്കെ, 0.89 ആണ്. അപ്പൊ 0.89 എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മുതൽ പറഞ്ഞുതരാം. ഇപ്പോ മാർക്കറ്റ് 1 to 1.3 ആണ് PCR റേഷ്യോ. അതായത് ഈ ഒരു PCR റേഷ്യോ 1 മുതൽ 1.3 ആണെന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആണ്. ഓക്കെ, മാർക്കറ്റിലെ അപ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് PCR റേഷ്യോ 1.3ന്റെ മേലോട്ടാണെങ്കിൽ, ഓക്കെ, 1.3ന്റെ മേലോട്ട് PCR റേഷ്യോ കടന്നു എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓവർ സോൾഡ് ആയി. ഓക്കെ, ഓവർ സോൾഡ് ആയി മാർക്കറ്റ് എപ്പോ വേണമെങ്കിലും റിവേഴ്സ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് 1.3ന്റെ മേലോട്ട് മാർക്കറ്റ് PCR റേഷ്യോ പോകുമ്പോൾ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതായത് ഒരു മാക്സിമം അത് അപ് ട്രെൻഡ് ആയി അവിടുന്ന് ഒരു റിവേഴ്സ് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 0. അതായത് 1 മുതൽ 1ന്റെ താഴോട്ടാണ് നമ്മുടെ PCR റേഷ്യോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. 1 മുതൽ 1ന്റെ താഴോട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 0. എത്രയാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ 0.89 ആണ്. ഇതെന്നുള്ളത് ഒരു ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് ഇപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പത്തെ ഇൻട്രാഡേ ട്രേഡിലാണ് പറയുന്നത്. ഓക്കെ, ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ PCR റേഷ്യോ എപ്പോഴാണ് എക്സാക്ട് 1 ആ ഒരു റേഞ്ച് വന്നത്, 95, 0.95 to 1 ആ ഒരു റേഞ്ച്, എക്സാക്ട് 1 ആ ഒരു റേഞ്ച് വരുമ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ലൈവ് മാർക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കുക, PCR റേഷ്യോ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് മാർക്കറ്റിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് കൂടെ നോക്കുക. ഓക്കെ, 0.7, ഓക്കെ, 0.7ന്റെ താഴോട്ട്, അതായത് 0.7ന്റെ താഴോട്ടാണ് PCR റേഷ്യോ എങ്കിൽ 0.4, 0.5, 0.6 ഈ ഒരു റേഞ്ച് ആണെങ്കിൽ മാർക്കറ്റ് ഓവർബോട്ടായി എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡൗൺ ട്രെൻഡ് ആയി, ഇനി അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ അവിടെ ഏതെങ്കിലും സ്ട്രോങ് സപ്പോർട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ PCR റേഷ്യോ 1.3ന്റെ മേലോട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഏറ്റവും എവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു റിവേഴ്സൽ, ഒരു ഇൻവെർട്ടഡ് ഹാമർ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ഓപ്ഷൻ ചെയിന് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലായിട്ടാണ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത്രയും കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഒരുപാട് ആൾക്കാർ ഫീസ് ഒക്കെ കൊടുത്ത് ഇത് പഠിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്നും ഒരിക്കലും ഫീസ് കൊടുത്ത് പഠിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ബേസിക് കണ്ടന്റുകൾ ഇഷ്ടം പോലെ കണ്ടന്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ബേസിക് പഠിക്കുക. ഓക്കെ, ബേസിക് പഠിച്ചിട്ട് വേണം നമ്മളൊരു കോഴ്സ് ഒക്കെ എടുക്കുക. ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് കോഴ്സ് എടുത്ത് നിങ്ങൾ ഒരിക്കലും ട്രേഡിംഗിൽ വിജയിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്യൂബ് ഒക്കെ നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കണ്ടന്റിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുമല്ല, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നോളജ് ഗെയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.